മണ്ണിടിച്ചിലിൽ അകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ മത്സ്യത്തൊഴിലാളികളുടെ 8 അംഗ സംഘം ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്താൻ എത്തിയിട്ടുണ്ട്. ഇവർ ഉടൻ പുഴയിൽ ഇറങ്ങും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മത്സ്യത്തൊഴിലാളികളുടെ ഈശ്വർ മാൽപേ സംഘം ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. ഇതേ സാഹചര്യങ്ങളിൽ നേരത്തെയും പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള സംഘമാണിത്. അടിയൊഴുക്കുള്ള പുഴയിൽ ഇറങ്ങി പരിചയമുള്ളവരാണ് സംഘത്തിലുള്ളവർ. ഒരുപാട് പേരെ ഇവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് എടുത്തിട്ടുമുണ്ട്. ഉടുപ്പി ജില്ലയിലാണ് മാൽപേ. ഉടുപ്പിക്ക് സമീപം മാൽപേയിൽ നിന്നുള്ള സംഘം ഇവർ. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയ സമ്പത്തുമുള്ളവരാണിവർ. എത്ര അടിയൊഴുക്കുള്ള പുഴയിലും ഇറങ്ങാനാകും എന്നാണ് സംഘത്തിന്റെ തലവനായ ഈശ്വർ മാൽപേ പറയുന്നത്. മുൻപും സമാനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1000-ലധികം മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തിട്ടുണ്ട് എന്നും ഈശ്വർ മാൽപേ പറയുന്നു. അതേസമയം രക്ഷിച്ചവരും ഏറെയാണ്. ശിരൂരിൽ ഇടവിട്ടപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് എന്നാണ് വിവരങ്ങൾ. ഗംഗാവലിയിൽ അടിയൊഴുക്ക് ശക്തമാണ്. അർജുനായുള്ള തിരച്ചിൽ 12ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയായി തന്നെ തുടക്കം മുതൽ തുടരുകയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഗംഗാവലി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുമില്ല. തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി മാൽപേ സംഘത്തിന് അറിയാം. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയ സമ്പത്തുമുള്ളവരാണിവർ. പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. നേവിയുടെ സ്കൂബ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഇതോടെ പുതിയ സംവിധാനമായ പോൺട്രൂൺ സ്ഥാപിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാനുള്ള നീക്കവും ശനിയാഴ്ച നടക്കും. അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് 6 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിലാണ്. മത്സ്യത്തൊഴിലാളികളെ 8 അംഗ സംഘമാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ഈശ്വർ മാൽപേ എന്ന സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഉടുപ്പിക്ക് സമീപം മാൽപേയിൽ നിന്നുള്ള സംഘമാണിവർ. എന്തായാലും ഇവരുടെ പരിചയ സമ്പത്ത് സഹായകമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ലോറിയുടെ സിഗ്നൽ ലഭിച്ച സ്ഥാനത്ത് പ്രത്യേക രീതിയിൽ നങ്കൂരമിടും. ഇതിൽ പിടിച്ചുപോയി വെള്ളത്തിൽ തെരച്ചിൽ നടത്താനാണ് ശ്രമം. സമാന സാഹചര്യത്തിൽ മുൻപും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആ എക്സ്പീരിയൻസ് ഇവർക്കുള്ളത് കൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് എല്ലാവരും ഇന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അർജുനെ കണ്ടെത്തും വരെ തിരച്ചിൽ നടത്തുമെന്നാണ് അറിയിക്കുന്നത്. ഇന്നോ നാളെയോ കണ്ടെത്തുമെന്ന ഉറച്ച വിശ്വാസവും ഇവർ പ്രകടിപ്പിച്ചു. ഫൈബർ ചങ്ങാടത്തിൽ നിന്ന് തൊഴിലാളികളെ പുഴയിൽ ഇറക്കുകയാണ്. പുഴയിൽ ഇറക്കാനുള്ള ശ്രമകരമായ പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് എത്രത്തോളം അപകടം നിറഞ്ഞാണ് ഓരോ മലയോരത്തെ യാത്രകളും എന്നതിൻ്റെ സൂചനയാണ് ശിരൂരിലെ മണ്ണിടിച്ച് നൽകുന്നത്. മലയാളിയായ അർജുൻ ഉൾപ്പെടെ ഉള്ളവരുടെ ജീവനായുള്ള തിരച്ചിൽ വാർത്തകൾ നെഞ്ചെടുപ്പോടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. കൊച്ചി പനവേൽ ദേശീയപാത 66 മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ശിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടത്. ഏതാണ്ട് 250 മീറ്റർ നീളത്തിൽ ഇടിഞ്ഞിറങ്ങിയ മല പോലെയുള്ള മണ്ണിടിച്ചിൽ ആ പാതയുടെ ഭൂമിശാസ്ത്രം തന്നെ മാറ്റി. മലയാളികളടക്കം നിരവധി സഞ്ചാരികൾ ഈ പാതയിലൂടെ നിരന്തരം പോയി വരുന്നതാണ്. ശിരൂരിനോട് ചേർന്നുള്ള ഒരുപാട് സഞ്ചാര കേന്ദ്രങ്ങൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടവയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സ്ഥലത്തൂടി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർ മഴയും മണ്ണിടിച്ചിലും മുന്നിൽ കണ്ടുവേണം ഈ വഴിയിൽ യാത്ര തീരുമാനിക്കാൻ എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. മാൽപേ സംഘത്തിന്റെ ഈ തിരച്ചിലെങ്കിലും അർജുനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ മലയാളി മനസ്സും. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.